നമസ്കാരം. ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടുനിൽക്കുന്ന വിലാപയാത്ര അയൽ രാജ്യമായ ഇറാഖിലെ പുണ്യനഗരമായ നജാഫിൽ പ്രവേശിച്ചു. സ്വന്തം രാജ്യമായ ഇറാനിൽ വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് വിലാപയാത്ര ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ഇറാഖിലേക്ക് എത്തിയിരിക്കുന്നത്. ഖമേനിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വലിയ ട്രക്ക് നജാഫിലെ തെരുവുകളിലൂടെ കടന്നുപോയപ്പോൾ അന്തരിച്ച നേതാവിന്റെ ഭീമൻ ചിത്രങ്ങൾ എന്തി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത്. വിലാപയാത്രയിൽ പങ്കെടുത്ത ജനക്കൂട്ടം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ കടുത്ത ഭാഷയിൽ മുദ്രാവാക്യം വിളികളോടെയാണ് നീങ്ങിയത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരുമകനും അമ്മാവന്റെ മകനുമായ ഇമാം അലിയുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് അതീവ പ്രാധാന്യമുള്ള പുണ്യനഗരമാണ് നജാഫ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വലിയ ജനസഞ്ചയമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ഖമേനിയുടെ മൃതദേഹമടങ്ങിയ പെട്ടി നജാഫ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദി, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രമുഖ മതനേതാക്കൾ എന്നിവർ വിമാനത്താവളത്തിലെത്തി ഔദ്യോഗികമായി മൃതദേഹം ഏറ്റുവാങ്ങിയിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർമാർ, ഖമേനിയുടെ മൂത്ത മകൻ മുസ്തഫ ഹുസൈനി ഖമേനി എന്നിവരും വിലാപയാത്രയുടെ ഭാഗമാകാൻ നജാഫിലെത്തിയിട്ടുണ്ട്. ഖമേനിയുടെ വിലാപയാത്ര പ്രമാണിച്ച് ബുധനാഴ്ച ഇറാഖ് സർക്കാർ രാജ്യത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു. പ്രാദേശിക സമയം പുലർച്ചെ 6 മണിക്ക് തന്നെ നജാഫിൽ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചു. മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഷിയ ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ 3ാമത്തെ സ്ഥലമായാണ് നജാഫ് കണക്കാക്കപ്പെടുന്നത്. നജാഫിലെ തെരുവിൽ കൃത്യമായി എത്ര പേർ ഒത്തുകൂടി എന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതിനോടകം പങ്കെടുത്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 28-ന് ടെഹ്റാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ശക്തമായ ബോംബാക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും കൊല്ലപ്പെട്ടത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഇപ്പോഴും ശക്തമായ ഐക്യത്തോടെ നിലകൊള്ളുകയാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനാണ് ഇറാൻ ഈ വിലാപയാത്രയിലൂടെ ശ്രമിക്കുന്നത്. ഇറാനിലെ പുണ്യനഗരമായ ഖോമിൽ നടന്ന വൻ ജനപങ്കാളിത്തമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് മൃതദേഹം ഇറാഖിലേക്ക് കൊണ്ടുവന്നത്. നജാഫിലെ ഇമാം അലി മഖറബയിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്നും ഏകദേശം 60 കിലോമീറ്റർ വടക്കുള്ള കർബലയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇമാം ഹുസൈൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ബാസ് എന്നിവരുടെ മഖബറകളിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീണ്ടും ഇറാനിലേക്ക് തന്നെ കൊണ്ടുപോകും. വ്യാഴാഴ്ച ഖമേനിയുടെ ജന്മനാടായ വടക്കു കിഴക്കൻ ഇറാനിലെ മഷ്ഹദിലാണ് ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഖമേനിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമേനി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പിതാവ് കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്കും പരിക്കേറ്റിരുന്നുവെന്നും എന്നാൽ പരിക്കിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമല്ല എന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2 ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങൾ തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്റെ ആഴമാണ് ഈ ചടങ്ങുകൾ വ്യക്തമാക്കുന്നതെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനി പറഞ്ഞു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അധികാരത്തെ വെല്ലുവിളിച്ചൊരു നേതാവിന് നൽകുന്ന അന്ത്യോപചാരമാണിതെന്ന് വിലാപയാത്രയിൽ പങ്കെടുക്കാൻ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് നജാഫിലെത്തിയ സാധാരണക്കാരായ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഖമേനിയുടെ അന്ത്യയാത്ര അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.